നിങ്ങൾ നിരാശനായിരുന്നു. വിഷാദാവസ്ഥയിൽ നിങ്ങൾ തോൽവി നേരിട്ടു. നിങ്ങളുടെ ഉള്ളിലെ വലിയ ഹൃദയം ചോരുന്നതുവരെ തകർന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. ധൈര്യമായിരിക്കുക, കാരണം ഈ അനുഭവങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ആത്മീയ ലോകത്തെ മയപ്പെടുത്തി. അവ താരതമ്യപ്പെടുത്താനാവാത്ത മൂല്യമുള്ള സ്വത്താണ്. ജീവിതത്തിൽ വിജയിക്കുന്ന എല്ലാവരും ഒരു മോശം തുടക്കത്തിലേർപ്പെടുമെന്നും അവർ എത്തുന്നതിനു മുമ്പ് ഹൃദയഭേദകമായ നിരവധി പോരാട്ടങ്ങളിലൂടെ കടന്നുപോകുമെന്നും ഓർക്കുക. വിജയിക്കുന്നവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ് സാധാരണയായി ചില പ്രതിസന്ധികളുടെ നിമിഷത്തിലാണ് വരുന്നത്. അതിലൂടെ അവർ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നു. ജോൺ ബനിയൻ പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതി. അത് എല്ലാ ഇംഗ്ലീഷ് സാഹിത്യങ്ങളിലും ഏറ്റവും മികച്ചതാണ്. അത് ജയിലിൽ അടക്കപ്പെടുകയും കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ശേഷം മതത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ കാരണം. ഹെൻറി തന്റെ മസ്തിഷ്കത്തിൽ ഉറങ്ങിക്കിടന്ന പ്രതിഭയെ കണ്ടെത്തി. വലിയ ദൗർഭാഗ്യത്തെ അഭിമുഖീകരിച്ച് ഒഹായോയിലെ കൊളംബസിലെ ഒരു ജയിൽ മുറിയിൽ ഒതുങ്ങി. നിർഭാഗ്യവശാൽ മറ്റുള്ളവരുമായി പരിചയപ്പെടാനും തന്റെ ഭാവന ഉപയോഗിക്കാനും നിർബന്ധിതനായതിനാൽ ദയനീയമായ കുറ്റവാളിയും ബഹിഷ്കൃതനുമായ പകരം താൻ ഒരു മഹാനായ എഴുത്തുകാരനായി സ്വയം കണ്ടെത്തി. വിചിത്രവും വൈവിധ്യപൂർണവുമായ ജീവിതരീതികൾ. അപരിചിതർ ഇപ്പോഴും അനന്തമായ ബുദ്ധിശക്തിയുടെ വഴികളാണ്. അതിലൂടെ പുരുഷന്മാർ ചിലപ്പോൾ സ്വന്തം മസ്തിഷ്കം കണ്ടെത്തുന്നതിനു മുമ്പ് എല്ലാത്തരം ശിക്ഷകളും അനുഭവിക്കാൻ നിർബന്ധിതരാകുന്നു, കൂടാതെ ഭാവനയിലൂടെ ഉപയോഗപ്രദമായ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള സ്വന്തം കഴിവും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരനും ശാസ്ത്രജ്ഞനുമായ എഡിസൺ ഒരു ട്രാമ്പ് ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹത്തെ നയിക്കുന്നതിനു മുമ്പ് എണ്ണമറ്റ തവണ പരാജയപ്പെട്ടു. ഒടുവിൽ അവന്റെ തലച്ചോറിനുള്ളിൽ ഉറങ്ങുന്ന പ്രതിഭയുടെ കണ്ടെത്തലിലേക്ക്. കറുത്ത പാത്രങ്ങളിൽ ലേബലുകൾ ഒട്ടിച്ചുകൊണ്ടാണ് ചാൾസ് ഡിക്കൻസ് തുടങ്ങിയത്. അവന്റെ ആദ്യ പ്രണയത്തിന്റെ ദുരന്തം അവന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് തുളച്ചുകയറുകയും ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായി അവനെ മാറ്റുകയും ചെയ്തു. ആ ദുരന്തം ആദ്യം ഡേവിഡ് കോപ്പർഫീൽഡ് സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും ഇത് സമ്പന്നവും മികച്ചതുമായ ഒരു ലോകമാക്കി മാറ്റി. പ്രണയബന്ധങ്ങളെ ചൊല്ലിയുള്ള നിരാശ പൊതുവെ പുരുഷന്മാരെ മദ്യപിക്കാനും സ്ത്രീകളെ നശിപ്പിക്കാനും ഇടയാക്കുന്നു. കാരണം മിക്ക ആളുകളും അവരുടെ ശക്തമായ വികാരങ്ങളെ സൃഷ്ടിപരമായ സ്വഭാവത്തിന്റെ സ്വപ്നങ്ങളാക്കി മാറ്റാനുള്ള കല ഒരിക്കലും പഠിക്കുന്നില്ല. ഹെലൻ കെല്ലർ ജനിച്ച് അധികം താമസിയാതെ ബധിരയും മൂകയും അന്ധനുമായി. ഏറ്റവും വലിയ ദൗർഭാഗ്യമുണ്ടായിട്ടും മഹാന്റെ ചരിത്രത്തിന്റെ താളുകളിൽ അവൾ തന്റെ പേര് മായാതെ എഴുതി. തോൽവി ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെടുന്നതുവരെ ആരും ഒരിക്കലും തോൽക്കില്ല എന്നതിന്റെ തെളിവായി അവളുടെ മുഴുവൻ ജീവിതവും പ്രവർത്തിച്ചു. റോബർട്ട് ബേൺസ് ഒരു നിരക്ഷരനായ ഗ്രാമീണനായിരുന്നു. ദാരിദ്ര്യത്താൽ ശപിക്കപ്പെട്ടു. വിലപേശലിൽ ഒരു മദ്യപാനിയായി വളർന്നു. അവൻ ജീവിച്ചിരുന്നതിന് ലോകം മികച്ചതാക്കി, കാരണം അവൻ കവിതയിൽ മനോഹരമായ ചിന്തകളെ അണിയിച്ചു.